ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സോനാമാർഗ് എന്ന് പറഞ്ഞ കാശ്മീർ താഴ്വരയിലെ ഒരു താഴ്വാരത്തിലേക്കാണ്. സോനാമാർഗ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ താഴ്വര എന്ന് അർത്ഥം വരുന്ന ഒരു താഴ്വരയാണ്. മെഡോ ഓഫ് ഗോൾഡ്, കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് സോനാമാർഗ്. ശ്രീനഗറിൽ നിന്ന് സോനാമാർഗിലേക്ക് 80 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലെല്ലാം നമ്മൾ ഗുൽമാർഗ് എല്ലാം കണ്ട് അവിടെ നിന്ന് വീണ്ടും ശ്രീനഗറിൽ വന്ന് ശ്രീനഗറിൽ നിന്നാണ് ഇന്ന് നമ്മൾ സോനാമാർഗിലേക്ക് പോകുന്നത്. സോനാമാർഗ് രണ്ട് സൈഡും എല്ലാം നല്ല പോകുന്ന വഴി, ഇത് NH1 ആണ്. ഇതിലെയാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പായ മരങ്ങളും ദേവദാരുകളും കൃഷിസ്ഥലങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമെല്ലാം കണ്ട് അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന കാലത്ത് നമുക്കൊരു റോഡുണ്ടായിരുന്നു, സിൽക്ക് റൂട്ട്. ആ സിൽക്ക് റോഡിലെ ഒരു കവാടം എന്ന നിലയിൽ സോനാമാർഗ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു ചെറിയ പട്ടണം കൂടിയാണ് സോനാമാർഗ്. അപ്പോൾ ആ പട്ടണത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ കൃഷിക്കളങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാമായി തന്നെ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇവിടെ വീടുകളിലെല്ലാം ഹോം സ്റ്റേ ഉണ്ട്, വലിയ ഹോട്ടലുകളുണ്ട്. സോനാമാർഗിലേക്കുള്ള ഈ യാത്രയിൽ ഇങ്ങനെ സിംഗിൾ വേ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നാഗ്ബാൽ, അതുപോലെ തന്നെ ഗന്ദേർബാൽ, വയൂൾ എന്നീ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തിരക്കേറിയ മാർക്കറ്റുകളിലൂടെയും കടന്നു പോകുന്നു. ഇവിടെ ഗതാഗതക്കുരുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു പ്രദേശമാണ് ഈ ചെറിയ കൊച്ചു ടൗണിൽ. ഇന്ന് ഇടദിവസമായതിനാൽ പ്രത്യേകിച്ച് ഇന്ന് ഗതാഗതക്കുരുക്കൊന്നുമില്ല. യാത്രയിൽ ഇന്ന് നല്ല അന്തരീക്ഷമാണ്, പക്ഷേ ഈ വെയിലിന് നല്ല ചൂടുണ്ട്. നമ്മൾ ഇന്നലെയെല്ലാം ശ്രീനഗറിൽ കുറേശ്ശെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ അന്തരീക്ഷമൊന്നും അത്ര മോശമല്ല, മഴക്കാരൊന്നും അങ്ങനെ കാണാനില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ മഴകൾ പെയ്താൽ എൻ്റെ ലഡാക്ക് യാത്രയെ അത് ബാധിക്കും. അതുകൊണ്ട് കാലാവസ്ഥ അനുഗ്രഹിക്കണം ഈ യാത്രയിൽ. ഈ യാത്ര അടുത്ത ഒരു ടൗൺ വരുന്നത് കങ്കൻ എന്ന് പറഞ്ഞൊരു ടൗണാണ്. അത് വലിയൊരു ടൗണാണ് കങ്കൻ. കങ്കനിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വേണം യാത്ര. ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ശ്രീനഗറിൽ നിന്ന് പോകുന്ന കാരണം റോഡിലൊന്നും അധികം തിരക്കില്ല. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല സിനിക് ബ്യൂട്ടിയാണ് ഈ പ്രദേശങ്ങളെല്ലാം. നല്ല താഴ്വാരങ്ങളും അതിൽ കൊച്ചു കൊച്ചു ചെറിയ പട്ടണങ്ങളും അവിടങ്ങളിലെല്ലാം ചെറിയ ചെറിയ കൃഷികളും എല്ലാം കൂടി കടന്നു പോകുന്നു. ഇവിടെ ബോർഡിൽ ലേയിലേക്കും അതുപോലെ തന്നെ കാർഗിലേക്കും ഒക്കെ എത്തേണ്ട ദൂരം ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സോനാമാർഗിലേക്ക് 42 കിലോമീറ്ററും കൂടിയുള്ളൂ. ഇവിടെയും BROൻ്റെ ഒരു ക്യാമ്പുണ്ട്. BRO നിർമ്മിക്കുന്ന ഓരോ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. BRO എന്ന് പറഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇവരാണ് ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും റോഡ് നിർമ്മാണവുമെല്ലാം നടത്തുന്നത്. ഇനിയുള്ള യാത്രകളിൽ നമുക്ക് ധാരാളം ഇവരുടെ ദുരിതപൂർണമായ ക്ലേശപൂർണമായ ഈ റോഡ് നന്നാക്കലും ക്ലീനിങ്ങും അതുപോലെ തന്നെ ടാറിങ്ങും എല്ലാം തന്നെ ഈ പട്ടാളക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സോനാമാർഗിലേക്കുള്ള യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുരാതന ഒരു സിൽക്ക് റൂട്ട് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അതിലൂടെ എന്തെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇന്ന് ഈ പ്രദേശം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 9000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന
സോനാമാർഗ് വേനൽക്കാലത്ത് പൂക്കുന്ന ആൽപൈൻ പുൽമേടുകൾ നിറഞ്ഞ് വളരെയധികം സുന്ദരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ സിന്ധ് നദി ഇതിലൂടെ കടന്നു പോകുന്നു. ആ നദിയിൽ മത്സ്യസമ്പത്ത് ധാരാളമുള്ളൊരു നദിയും കൂടിയാണ്. അതേപോലെ ധാരാളം തടാകങ്ങളും ഈ പ്രദേശത്തുണ്ട്. അതിലും മത്സ്യബന്ധനവുമായി ഒത്തിരി ജനങ്ങൾ ഇവിടെ ജീവിച്ചു പോരുന്നു. സോനാമാർഗിൽ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലാം ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ സോനാമാർഗിൽ സ്ഥിരമായി വാസമില്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. കനത്ത മഞ്ഞുവീഴ്ചയുള്ള പ്രദേശമായ കാരണം ശൈത്യകാലത്ത് ഇവിടേക്ക് എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ താഴത്തുള്ള ഏതെങ്കിലും പ്രദേശം വരെയൊക്കെയാണ് ഇവിടെ ശൈത്യകാലത്ത് വാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് കടത്തി വിട്ടാൽ തന്നെ പോവാൻ സാധിക്കില്ല. മഞ്ഞ് മൂടി കിടക്കുന്ന റോഡുകളും പർവ്വതങ്ങളുമാണ് ഈ പ്രദേശം ശൈത്യകാലത്തുണ്ടാവുക. ഈ സോനാമാർഗ് നിന്ന് നമ്മൾ അമർനാഥ് പോകുന്ന റൂട്ടിൽ ബാൽതാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. അതുകൊണ്ട് അമർനാഥ് തീർത്ഥയാത്രകർ എല്ലാം തന്നെ സോനാമാർഗിൽ വന്ന് തങ്ങുകയും അവിടെ നിന്ന് 15 കിലോമീറ്റർ മാറി ഈ ബാൽതാൽ ബേസാങ്കിൽ അവിടെ കൊച്ചു ലോഡ്ജുകളും ഉള്ളൂ. അവിടെയെല്ലാം തന്നെ ടെൻ്റാണ് നമുക്കും കിട്ടുന്നത്. ഞാൻ അമർനാഥ് തീർത്ഥയാത്ര നടത്തിയിട്ടുള്ളതാണ്. അവിടെ ആ ടെൻറ്റിലെല്ലാം താമസിച്ച് ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുക. അപ്പോൾ ഇത് ഒരു ചെറിയ ഇവിടുത്തെ കൊച്ചു ഒരു പട്ടണമാണ്. ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും നിർത്തി ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. അതിനു പറ്റിയ ഹോട്ടലുകളാണ് അന്വേഷിക്കുന്നത്. ഇത് കങ്കൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കങ്കൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണമാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ അത്ര വലിയ പട്ടണങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ വരുന്നത് സോനാമാർഗാണ്. ഈ പ്രദേശങ്ങളിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം കാണുന്ന പെട്രോൾ പമ്പുകളിൽ നിന്ന് നമ്മുടെ വണ്ടിക്ക് ഫുൾ ടാങ്ക് ഇന്ധനം നിറയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചിലപ്പോൾ 100, 200 അല്ലെങ്കിൽ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പെട്രോൾ പമ്പ് കാണുക. അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇവിടെയെല്ലാം ജനങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ പ്രദേശങ്ങളെല്ലാം ജീവിച്ചു പോരുന്ന ജനനിബിഡമായ ഒരു പ്രദേശമാണ്. ഈ കങ്കൻ ടൗൺ വലിയ ഒരു ടൗൺ കൂടിയാണ്. ഇവിടെയും നല്ല കനത്ത സെക്യൂരിറ്റി ഉണ്ട്. CRPF ജവാന്മാരും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ കവചിത വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതിലെല്ലാം പട്ടാളക്കാർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ല. ഈ കൊച്ചു ടൗണുകളിൽ നമ്മൾ കാണാത്ത വെറൈറ്റി ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത വിവിധ തരം പച്ചക്കറികളുമെല്ലാമുള്ള ചെറിയ മാർക്കറ്റുകളെല്ലാം തന്നെ ഈ കൊച്ചു ടൗണിലുണ്ട്. ഇവിടെ നല്ലൊരു ഹോട്ടൽ എവിടുന്നെങ്കിലും, അങ്ങനെ വലിയ ഹോട്ടലൊന്നും എനിക്ക് കിട്ടണമെന്നില്ല, ചെറിയ ഹോട്ടൽ. കാരണം എൻ്റെ ഈ യാത്ര 90 ദിവസമൊക്കെ എടുത്തു വരേണ്ട ഒരു യാത്രയായ കാരണം അങ്ങനെ വലിയ ഹോട്ടലിൽ താമസിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയോ ഒന്നുമില്ല. ചെറിയ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന ഹോട്ടലുകൾ അന്വേഷിച്ച് അതിൽ തന്നെ ഇവിടുത്തെ തനതായ ഭക്ഷണം അത് കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒതുക്കണം. സോനാമാർഗിൽ നിന്ന് വേനൽക്കാലത്ത് ധാരാളം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം അവിടുത്തെ ഗ്ലേഷ്യറാണ്, അതായത് മഞ്ഞുമലകൾ കാണാൻ കൊണ്ടുപോകുന്ന ഒരു ട്രക്കിംഗ് ക്യാമ്പുകളെല്ലാം ഇവിടെയുണ്ട്. ഈ ട്രക്കിംഗ് വളരെയധികം പ്രശസ്തമായ ട്രക്കിംഗ് ആണ്. ഇവിടെ കലാഹോയ് എന്ന് പറഞ്ഞൊരു കൊടുമുടിയുണ്ട്. അവിടേക്കെല്ലാം ഈ സോനാമാർഗിൽ നിന്ന് ട്രക്കിംഗ് ധാരാളമായി വിനോദസഞ്ചാരികൾ പോകുന്നുമുണ്ട്. ഈ കങ്കൻ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ നിന്ന് സോനാമാർഗിലേക്ക് വെറും 40 കിലോമീറ്റർ മാത്രമേ ഇനി ദൂരമുള്ളൂ. നമ്മൾ വീണ്ടും കങ്കനിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അവിടെ നല്ല ബട്ടർ പരത്തിയ റോട്ടിയും ഖാവ അതും കുടിച്ചു. അതായത് കാശ്മീരി ഖാവ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ചായയാണ്. അത് മധുരം ഇട്ടതും ഇടാത്തതും 2 ടൈപ്പ് ഉണ്ട്.
അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഏത് പ്രദേശത്ത് എത്തിയാലും നമ്മുടെ വയറിന് പിടിക്കുന്ന രീതിയിലുള്ള ലോക്കൽ ഭക്ഷണം നമുക്ക് കഴിക്കാം. പ്രത്യേകിച്ച് കാശ്മീർ വന്നാൽ നോൺ വിഭവങ്ങളും വളരെ സമൃദ്ധമാണ്. പ്രത്യേകിച്ച് മട്ടൻ ഐറ്റംസ് വളരെയധികം കൂടുതലുള്ള പ്രദേശമാണ്. ധൈര്യമായി നമുക്ക് ഇവിടുത്തെ നോൺ കഴിക്കാവുന്നതാണ്. അത് ഓരോ പ്രദേശത്തും ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള ആ ഭക്ഷണവും ആ ഭക്ഷണത്തിൽ ചേർക്കുന്ന എണ്ണയും മറ്റും മസാലകളും മറ്റും പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നോൺ വെജിറ്റേറിയൻ ഇവിടെ പരീക്ഷിക്കാവുന്നതാണ്. 1999 പാകിസ്ഥാനുമായുള്ള നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു തന്ത്രപ്രധാനമുള്ള ഒരു പോയിൻ്റ് കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സോനാമാർഗിനെ. അതുകൊണ്ട് അവിടെ വലിയ ബേസ് ക്യാമ്പും അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരുടെ ഒരു ക്യാമ്പെല്ലാം അവിടെ ഉണ്ട്. ധാരാളം പട്ടാളക്കാരും ഈ പ്രദേശത്ത് ഉണ്ട്. വലിയ സെക്യൂരിറ്റിയും നമുക്കവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഒറ്റയ്ക്ക് വരുന്നവരായാലും അതുപോലെ തന്നെ ഗ്രൂപ്പായി വരുന്നവരായാലും ധൈര്യമായി നമുക്ക് ടെൻറ്റുകളെല്ലാം അടിച്ച് ഇവിടെ എവിടെയെങ്കിലും നിന്നും ഭക്ഷണം കഴിച്ച് കൂടാവുന്നതാണ്. പേടിക്കാനില്ലാത്ത പ്രദേശമാണ്. പട്ടാളം കനത്ത സുരക്ഷ ഒരുക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും അത് ഒരു ചെറിയ പേടിയുണ്ട്. നമ്മളോട് അവർ ഇടപെടുന്നതും എല്ലാം തന്നെ ഈ പട്ടാളക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളെ ഇവർ ശല്യപ്പെടുത്തില്ല. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങൾ, ഈ മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ റോഡ് സൈഡിലുള്ള ഹോട്ടലുകളായാലും അതുപോലെ തന്നെ വീടുകളായാലും ഹോം സ്റ്റേ ഒക്കെ ഒരുക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. അവരോട് നല്ലപോലെ പെരുമാറുന്നു. കാരണം അവരുടെ ബാക്കിയുള്ള സമയങ്ങളിലുള്ള ഒരു വരുമാനമാണ്. ബാക്കി ശൈത്യകാലം മുഴുവൻ മഞ്ഞുമൂടി, കൃഷിയുമില്ല, ഒന്നുമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയെ തരണം ചെയ്യുന്നതിന് ഈ ടൂറിസം അവർ നല്ലപോലെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദി ആക്രമണങ്ങളെ നാട്ടുകാർ എതിർക്കുന്നു, വെറുക്കുന്നു. ഇവിടെ സമാധാന അന്തരീക്ഷമുണ്ടായാലാണ് ഇവിടെ ഒത്തിരി വിനോദസഞ്ചാരികൾ വരികയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വികസനങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ റോഡ് പണിയും പാലം പണിയും എല്ലാം നല്ല പ്രകൃതമായി നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം റോഡ് സിംഗിൾ വേനെ ഡബിൾ വേ ആക്കി 4 വേ ആക്കി പണി നടക്കുന്നുണ്ട്. അതിനുള്ള പാലങ്ങൾ പണി നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഈ ഭാഗം വികസനം വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ പട്ടാള ട്രക്കുകൾക്കൊക്കെ വേഗം എത്തുന്നതിനും വേണ്ടി ഇതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിൽ നല്ല റോഡുകൾ വേണം അവർക്ക് സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റിനു വേണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പ്രദേശങ്ങളെല്ലാം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നമ്മൾ വരുന്ന ഈ വേനൽക്കാല സീസണിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമേ ഇവർക്കുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവർക്ക് കൃഷി ചെയ്യാനോ മറ്റൊന്നും സാധിക്കില്ല. ഈ പ്രദേശം എല്ലാം തന്നെ മഞ്ഞുമൂടി കിടക്കുന്ന താഴ്വാരമായതുകൊണ്ട് ഇവിടം സന്ദർശിക്കാൻ മികച്ച സമയം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ കാലാവസ്ഥ സുഖകരമാണ്. താഴ്വാരത്തിലെ സൗന്ദര്യവും നല്ല പച്ചപ്പും പൂക്കളും എല്ലാം കാണാനാവും. മെയ്, ജൂൺ, ജൂലൈയിൽ ഇവിടെ ചെറുതായിട്ട് മഴയുണ്ടാവും. മൺസൂൺ ഈ മഴ പെയ്താൽ ഈ ഇടത്തെ സൈഡിലൊക്കെ കാണുന്ന ഈ കുന്നുകളൊക്കെ ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ കല്ലുകളെല്ലാം മഴയില്ലെങ്കിലും തന്നെ വെറുതെ അടർന്ന റോഡിലേക്ക് വീഴും. ഷൂട്ടിംഗ് സ്റ്റോൺ എന്ന് പറയും. ആ കല്ലുകൾ വീഴുന്നതും നമുക്ക് അപകടം വരുത്തുന്ന ചില പ്രദേശങ്ങളും ഈ ഭാഗത്തുണ്ട്. അപ്പോൾ മഴക്കാലം മൺസൂൺ നമ്മുടെ അവിടെ പോലെ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ അത്രയധികം ശക്തമല്ല. ആ സീസൺ നീണ്ടു നിൽക്കുന്നില്ല. പെയ്യുന്ന മഴയൊക്കെ ശക്തം തന്നെയാണ്. സീസൺ നീണ്ടു നിൽക്കുന്നില്ല. അതുകൊണ്ട് സെപ്റ്റംബർ വരെ, മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ നല്ല കാലാവസ്ഥ. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്കെല്ലാം ധാരാളം ഈ പ്രദേശത്ത് ആ സമയത്ത് എത്തും. നമ്മൾ ശ്രീനഗറിൽ വന്നാൽ അവിടെ നിന്ന് നമുക്ക് വണ്ടികൾ, 2 വീലറുകൾ വാടകയ്ക്ക് കിട്ടും. ഷെയർ ടാക്സി ഉണ്ട്. ഡെയിലി വരുന്ന ബസ്സുകളുണ്ട്. ബസ്സിന് 100 രൂപ വരുന്ന ചാർജ് ഉള്ളതുണ്ട്. സോനാമാർഗിലേക്ക് 150 രൂപ ചാർജ് വരുന്ന ബസ്സുകളും സോനാമാർഗിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് സോനാമാർഗ്. നമ്മൾ
സ്വിറ്റ്സർലാൻഡിനെയൊക്കെ ഉപമിക്കുന്ന അല്ലെങ്കിൽ ആൽപ്സ് പർവ്വതനിരകളെ പോലെ തന്നെ ശൈത്യകാലം ഇവിടെ വന്നാൽ ആൽപ്സിനേക്കാൾ സുന്ദരമാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പർവ്വതനിരകൾ കാലാഹോയ് കൊടുമുടി ഇവിടെ അടുത്തുള്ള വലിയൊരു കൊടുമുടിയാണ്. അവിടേക്കും ട്രക്കിംഗ് ഉണ്ട്, നമുക്ക് പോണികളെയും കിട്ടും, അതിലും നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ തന്നെ താജിവാസ് ഗ്ലേസിയറിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം വിനോദസഞ്ചാരികളെ, പ്രത്യേകിച്ച് അഡ്വഞ്ചർ ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന പ്രദേശമാണ്. ഈ ട്രക്കിംഗ് നടത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഗംഗാബാൽ തടാകം, ഗെത്സർ തടാകം, കൃഷൻസർ തടാകം, വിഷാൻസർ തടാകം എന്നീ കുറച്ച് പ്രകൃതി രമണീയാൽ സുന്ദരമായ തടാകങ്ങളും ഇവിടെയെല്ലാം ഉണ്ട്. ഈ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് റിവർ റാഫ്റ്റിംഗ് ഒത്തിരി ടൂറിസ്റ്റുകൾ പരീക്ഷിക്കുന്നുണ്ട്. റിവർ റാഫ്റ്റിങ്ങും ഇവിടെയെല്ലാം നടക്കുന്നു. വേനൽക്കാലത്ത് താജിവാസ് ഗ്ലേസിയർ ആ താഴ്വാരത്തിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ ട്രക്കിംഗ് നടത്തുന്ന പ്രദേശമാണ്. ഈ കൊല്ലം തന്നെ മെയ് മാസം ഇവിടെ മഞ്ഞുമല ചെറുതായി ഒന്ന് ഇടിഞ്ഞായിരുന്നു. കുറച്ച് ടൂറിസ്റ്റുകൾക്കെല്ലാം അപകടത്തിൽ പെട്ടു എന്ന് നമ്മൾ വാർത്തകളിൽ നിന്നറിഞ്ഞു. അപ്പോൾ ആ ഗ്ലേസിയറൊക്കെ കാണാനും ഇവിടെ വന്നാൽ നമുക്ക് പോകാം. നമുക്ക് സോനാമാർഗിൽ നിന്ന് തന്നെ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ ഈ സീസണിൽ തന്നെ മഞ്ഞുമലകളെ നേരിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ ശൈത്യകാലത്ത് ഇവിടുത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സോനാമാർഗിലേക്ക് പ്രവേശിച്ചു. ഇതാണ് സോനാമാർഗിൻ്റെ ആ സുന്ദരമായ ആ കാഴ്ചകൾ, പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങൾ, കൊടുമുടികൾ. അപ്പോൾ ഇന്ന് ഇവിടെ കൂടണം, എനിക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുന്ന പ്രദേശവും അതിനനുസരിച്ച് മറ്റ് ടൂറിസ്റ്റുകൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടോ എങ്കിൽ അവിടെ കൂടണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ശ്രീനഗറിൽ നിന്ന് ഇവിടം വരെ വരുന്ന റോഡ് ചില പ്രദേശങ്ങളിൽ മാത്രമാണ് കുറച്ച് പ്രശ്നമുള്ള റോഡുകളുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നല്ല റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു BRO ആണ് ഇത് സംരക്ഷിക്കുന്നത്. ഇതിനെല്ലാം തന്നെ സൈഡ് കെട്ടിയും മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ സൈഡൊക്കെ കെട്ടി സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു അവർ ഈ റോഡുകളെ. നമുക്ക് കാണാം ആ ചെറിയ ചെറിയ വീടുകൾ, കൊച്ചു ബിൽഡിങ്ങുകളുള്ള ഈ പ്രദേശമാണ് സോനാമാർഗ്. അങ്ങനെ നമ്മൾ സോനാമാർഗിലെ വിശേഷവുമായി ഇന്ന് നമുക്കിവിടെ കൂടണം. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ കാണുന്നത് തന്നെയാണ് ഈ ഗ്ലേഷ്യർ, മഞ്ഞുമലയാണ് ആ കാണുന്നത്. ഇതിലെ കുറച്ച് കുതിരകളൊക്കെ പോകുന്നുണ്ട്. കുതിര എന്ന് പറയാൻ പറ്റില്ല, പോണിയാണത്. നമ്മൾ പണ്ട് കോവർ കഴുത എന്ന് പറയുന്ന പോണി ഐറ്റത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ സുന്ദരമായ കാഴ്ചകളും കണ്ട് ഇന്ന് സോനാമാർഗിലാണ് നമ്മൾ ഇന്ന് കൂടുന്നത്. ഈ പ്രദേശത്ത് ആരെങ്കിലും ടെൻ്റ് അടിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് നോക്കണം. ടെൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ ഇന്ന് എനിക്കും എൻ്റെ ടെൻ്റ് അടിക്കണം. അല്ല, ഇവിടെ റൂമുകൾക്ക് ചാർജ് കുറവ്, ചിലപ്പോൾ 400 രൂപ 500 രൂപയ്ക്ക് ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നുള്ളത് കാരണം കിട്ടാൻ സാധ്യതയുണ്ട്. 400 500 രൂപയ്ക്ക് കിട്ടിയാൽ അങ്ങനെയും നമ്മൾ എടുക്കാറുണ്ട്. കാരണം ടെൻ്റ് അടിച്ച് കൊണ്ടുള്ള യാത്ര, ചില സ്ഥലത്തെല്ലാം ടെൻ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനോ മറ്റൊന്നും സൗകര്യം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം റൂം കുറവ് വാടകയ്ക്ക് കിട്ടുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. സോനാമാർഗിൽ അങ്ങനെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഈ പ്രകൃതി രമണീയമായ ഈ സൂര്യാസ്തമയം, ഇപ്പോൾ സൂര്യാസ്തമയം സമയം 5 മണിയോടടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ അസ്തമയം വളരെ ലേറ്റായിട്ടാണ്, 7-7:30 ആവും. ഇവിടെ നിന്ന് ഇനി സോനാമാർഗിൽ നിന്ന് ലഡാക്കിലേക്കാണ് പോകേണ്ടത്, ലേ. അപ്പോൾ ലേയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സോജില
പാസ് കയറണം. ഈ സോജില പാസ്, സോജില ചുരത്തിൻ്റെ താഴ്വാരത്തിൻ്റെ അടിഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാൾട്ടാൽ ക്യാമ്പുള്ളത്. അപ്പോൾ സോജില പാസും കയറി നമ്മൾ അങ്ങനെ ലഡാക്കും കണ്ട് ലഡാക്കിൽ നിന്ന് കർത്തുങ്കില പാസും കയറി അടുത്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നമുക്ക് യാത്ര തിരിക്കണം. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I don't know where to take this, I don't wanna break this. We're living in the moment, living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. Last night, you can't do it peacefully. It won't go without a fight. So when I go, I know you'll follow me. I don't want slamming doors. No, no, just wait and see. You'll feel it naturally. There's no one else I see. I know you'll follow me. I don't know where to take this, I don't wanna break this. We're living in the moment, living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I got lost tonight under the stars up in the sky. Directions hard to find under the stars up in the sky. I don't know where to take this, I don't wanna break this. We're living in the moment, living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky. Last night, you can't do it peacefully. It won't go without a fight. So when I go, I know you'll follow me. I don't want slamming doors. No, no, just wait and see. You'll feel it naturally. There's no one else I see. I know you'll follow me. I don't know where to take this, I don't wanna break this. We're living in the moment, living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. You and I. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars in the sky.
I got lost at night under the stars up in the sky. Directions hard to find under the stars up in the sky. I got lost at night under the stars up in the sky. Directions hard to find under the stars up in the sky. I don't know where to take this, I don't wanna break this. We're living in the moment, we're living in the moment. Your head is on my shoulder, but never getting older. Baby, it's you and I can't